ഹായ് ദൃശ്യം 3 ഓരോ ദിവസം കഴിയുന്തോറും റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമകളുടെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ദൃശ്യം 3യും ഉണ്ട്. ഇതുവരെ 235 കോടിക്ക് മുകളിലാണ് സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു കാര്യം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 86 കോടി 50 ലക്ഷത്തോളം ഇന്നലെ വരെ നേടിയ സിനിമ ഇന്നത്തോടുകൂടി 87 കോടി എന്ന നേട്ടം മറികടക്കുന്നതാണ്. ഇതോടുകൂടി മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരിപ്പടങ്ങളുടെ കൂട്ടത്തിൽ, അതായത് കേരളത്തിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ കൂട്ടത്തിൽ 5ാം സ്ഥാനത്ത് ദൃശ്യം 3 എത്തിയിരിക്കുകയാണ്. മറികടന്നതാവട്ടെ 2 മോഹൻലാൽ ചിത്രങ്ങളെ തന്നെയാണ്. അതായത് സ്വന്തം റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ട് ലാലേട്ടൻ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുലിമുരുകൻ 2016 സ്ഥാപിച്ച 85 കോടി എന്ന കേരള കളക്ഷനെയും എമ്പുരാൻ നേടിയെടുത്ത 86 കോടിയെയും മറികടന്ന് ഇപ്പോൾ ദൃശ്യം 3 87 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി മുന്നിലുള്ളത് വെറും 4 ചിത്രങ്ങൾ മാത്രം. ലോക, വാഴ 2, ലാലേട്ടന്റെ തന്നെ തുടരും, പിന്നെ 2018 എന്ന ചിത്രം. ഇതിൽ 2018-നെ ദൃശ്യം 3 അടുത്ത് തന്നെ മറികടക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദൃശ്യം 3 ഓരോ ദിവസവും പല മലയാള സിനിമകളുടെയും റെക്കോർഡുകൾ തിരുത്തി കുറിക്കുകയാണ്. മോഹൻലാലിന്റെ എതിരാളിയാണ് എന്ന് പറയപ്പെടുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ, കേരള കളക്ഷൻ അല്ല, വേൾഡ് വൈഡ് കളക്ഷനായിട്ട് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രം, ആ സിനിമ നേടിയത് 85 കോടിയാണ്. അത് ഭീഷ്മപർവമാണ്. അതായത് ഭീഷ്മപർവം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത കളക്ഷൻ 85 കോടിയാണ്. ആ സിനിമയെ വെറും കേരള കളക്ഷൻ കൊണ്ട് മാത്രം ദൃശ്യം 3 മറികടന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയുന്നു. ഇത് പല മോഹൻലാൽ ഹേറ്റേഴ്സും കേൾക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അതായത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ അത് ഭീഷ്മപർവമാണ്. വേൾഡ് വൈഡ് കളക്ഷനിലൂടെ സിനിമ നേടിയെടുത്ത കളക്ഷൻ 85 കോടി. ദൃശ്യം 3 കേരള കളക്ഷനിലൂടെ മാത്രം ആ റെക്കോർഡ് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആദ്യമായിട്ടല്ല, പുലിമുരുകൻ, എമ്പുരാൻ, തുടരും, ഈ സിനിമകളെല്ലാം കേരള കളക്ഷൻ കൊണ്ട് തന്നെ മമ്മൂക്കിയുടെ എല്ലാ സിനിമകളുടെയും വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡ് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ വലിയൊരു നേട്ടം കൂടി സിനിമയ്ക്ക് സ്വന്തമാവുകയാണ്. അതെന്താണ് എന്ന് നാളത്തെ വീഡിയോയിൽ പറയാം. കാത്തിരിക്കാം ദൃശ്യം 3യുടെ ഫൈനൽ കളക്ഷനായിട്ട്. സിനിമ എത്ര കോടി നേടും എന്നറിയാനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.